എന്നത്തേതും പോലെ അവൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിരുന്നു. പൊതി തുറന്നപ്പോൾ രാഘവൻ ചേട്ടൻ്റെ കടയിലെ പൊറോട്ടയും അതിൽ കുറച്ച് കടലച്ചാറും ഒഴിച്ചിരിക്കുന്നു. രാവിലെ തന്നെ അവളുടെ മുത്തശ്ശി അവളുടെ ബാഗിൽ വെച്ച് കൊടുത്തതാണ്. അവൾക്കത് കഴിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. വിശപ്പ് കാരണം അവൾ ഒരു പൊറോട്ട കഴിക്കും. രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാതെയാണ് അവൾ സ്കൂളിൽ വരുന്നത്. വീട്ടിലൊന്നും കാണില്ല എന്നതാണ് സത്യം. 4 മണിവരെ ഈ ഒരു പൊറോട്ടയിൽ നിൽക്കണം. ചിലപ്പോൾ അതും കാണില്ല. സ്കൂളിൻ്റെ പുറകിൽ നല്ല വെള്ളം കിട്ടുന്ന പൈപ്പുണ്ട്. അവിടെ നിന്ന് പച്ചവെള്ളം കുടിച്ച് അവൾ വിശപ്പടക്കും. 8ാം ക്ലാസ്സിൽ കയറിയത് മുതലാണ് ഈ ബുദ്ധിമുട്ട്. 7ാം ക്ലാസ് വരെ ഉച്ചയ്ക്ക് കഞ്ഞിയും പയറും ഉണ്ടായിരുന്നു. കൂട്ടുകാരികളുമായി ഒരുമിച്ച് ആ ചൂട് കഞ്ഞിയും പയറും കുടിക്കുമ്പോഴുള്ള ആശ്വാസം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ചില കുട്ടികൾ ഉപ്പിലിട്ടതും അച്ചാറും കൊണ്ടുവരും. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി ഇല്ലെന്നാണ് ടീച്ചർ പറയുന്നത്. മുകളിലിരിക്കുന്നവർക്കറിയില്ലല്ലോ ഉച്ചക്കഞ്ഞി കുടിച്ച് എത്ര കുട്ടികളാണ് വിശപ്പടക്കുന്നുണ്ടെന്ന്. മിക്ക ദിവസവും കടം വാങ്ങിച്ചിട്ടാണ് അവളുടെ മുത്തശ്ശി പൊറോട്ടയെങ്കിലും വാങ്ങിക്കുന്നത്. പൊറോട്ട വാങ്ങിക്കുന്നത് എന്തെന്ന് വെച്ചാൽ പൊറോട്ടയാകുമ്പോൾ വേറെ കറി വാങ്ങിക്കേണ്ട, ചാറെന്തെങ്കിലും ഒഴിച്ച് കിട്ടും. ബാക്ക് ബെഞ്ചിൽ കുറച്ച് കുട്ടികൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറ്. അവർ പലതരം കറികൾ കൊണ്ടുവരും. ഷെയർ ചെയ്തും കഴിക്കും. അത് കാണുമ്പോൾ അവൾക്ക് വിഷമമാവും. അവൾക്ക് ചോറും കറിയും ഉണ്ടാക്കി പൊതിഞ്ഞു കൊടുത്തു വിടാൻ അമ്മയില്ല. ആകെയുള്ളത് പ്രായമായൊരു മുത്തശ്ശി മാത്രമാണ്. അവൾ ഒറ്റയ്ക്കിരുന്നാണ് ഭക്ഷണം കഴിക്കാറ്. അവളെ ആരും കൂടെ ഇരിക്കാൻ വിളിക്കാറില്ല. ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുവരാത്ത കുട്ടികൾ കഞ്ഞിപ്പുരയിൽ പോകാറുണ്ട്. അവിടുത്തെ ചേച്ചി ബാക്കി വരുന്ന കഞ്ഞിയും പയറും കൊടുക്കാറുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ടീച്ചർ പറഞ്ഞു, നിർദ്ധരായ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ടെന്നും ആവശ്യമുള്ളവർ പേര് കൊടുക്കാമെന്നും. അങ്ങനെ അവളും പേര് കൊടുത്തു. ചോറും സാമ്പാറും കട്ടത്തേരും അച്ചാറും കിട്ടും. അങ്ങനെ അവൾക്കും ഉച്ചഭക്ഷണം കഴിക്കാറായി. ചില ദിവസങ്ങളിൽ ഈ ഉച്ചഭക്ഷണം മാത്രം കഴിച്ച് വിശപ്പടക്കിയ ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട് അവളുടെ ജീവിതത്തിൽ.